ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിൽ സ്വാഗതം. അങ്ങനെ ഓണം മേള വന്നിട്ടുണ്ട് മക്കളെ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ JS പോൾ ജംഗ്ഷനിൽ ബസ് ഇറങ്ങുന്നവരായാലും കാറിലായാലും ഓട്ടോ ആയാലും സ്കൂട്ടറിലായാലും പോകുന്നവരൊക്കെ കാണും. JS പോൾ എന്ന് പറയുമ്പം അഴീക്കോടൊക്കെ പോകുന്ന, അതായത് മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് അഴീക്കോടേക്ക് ഭാഗത്ത് പോകുമ്പോഴാണ് JS പോൾ ജംഗ്ഷൻ. ആ JS പോൾ ജംഗ്ഷൻ്റെ അവിടെ തന്നെ കാണാം. കുറച്ച് മുന്നോട്ട് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് കാണാം, ഇടത് വശത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ ഓണം മേള കാണും. ലോറിയെല്ലാം വെച്ചിട്ടുണ്ടാവും, പക്ഷേ കാണാൻ ചിലപ്പം മറവുണ്ടാവും. എന്നിരുന്നാലും ആ കവിതാ തിയേറ്ററിൻ്റെയും PVS ബാറിൻ്റെയും നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു മേള, ഒന്നൊന്നര മേളയാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈ മേള നമ്മൾ കണ്ണൂരിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മേളയാണ്. വെറും 5 രൂപ മുതലാണ് സാധനങ്ങളുള്ളത്. 5 രൂപ മുതൽ മേൽപോട്ടാണ് ഓരോ സാധനങ്ങളുള്ളത്. വെറൈറ്റി 6 സാധനങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ആദ്യം വരുന്ന 100 പേർക്ക് 1 രൂപക്ക് സാധനങ്ങളുണ്ട്. 1 രൂപക്ക്. അപ്പോൾ എത്ര പേരാണെന്നറിയാം വരുന്നത് ഈ 6 സംഭവത്തിന്, ഓണം മേളക്ക്. അപ്പോൾ ജനലക്ഷങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് കേട്ടോ. ഒരു പിടി അനവധി സാധനങ്ങളാണ്. എടുത്താലും തീരില്ല, കണ്ടാലും തീരില്ല. കണ്ട് മതിവരുവോളം ഒട്ടുമിക്ക സാധനങ്ങളും സൂപ്പറാണ്. വിലയോ വളരെ തുച്ഛം. അതാണ് ഞാൻ പറഞ്ഞത്, 5 രൂപ മുതൽ മേൽപോട്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കലവറ തന്നെയാണ് ഒരു സെക്ഷൻ. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളുടെ മറ്റൊരു കലവറ, ഡ്രസ്സിൻ്റെ മറ്റൊരു കലവറ. അങ്ങനെ എന്ന് വേണ്ട ഒട്ടുമിക്ക പരിപാടികളും ഇതിൻ്റെ അകത്തുണ്ട് മക്കളെ. ഒന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെ വന്ന് ആസ്വദിക്കുക. ചിലവഴിച്ചാലും മേക്കില്ല. വെറുതെ വന്ന് പോന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിരിക്കും. അതാണ് അട്രാക്ഷൻ. അപ്പോൾ ഞാൻ എന്നാ പറയണ്ടേ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എത്രയും പെട്ടെന്ന് ഓണം ആഘോഷ കങ്കേമമാക്കുക. ഓണം മേളക്കം വരിക. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടത്തുന്ന ഓണം ഫെയർ ഉണ്ട്. അതിൻ്റെ അപ്പുറം ഗാന്ധിൻ്റെ ഉണ്ട്. ഇതൊക്കെ കണ്ട് എൻജോയ് വിത്ത് ലൈഫ്. ഓണം വിപുലമാകട്ടെ. എല്ലാ മലയാളികൾക്കും അഡ്വാൻസ് ഓണാശംസകൾ, എൻ്റെ ജീവിതം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക. കാണാൻ ഒരു പിടി അനേക സംവിധാനങ്ങളുണ്ട് മക്കളെ. ഞാൻ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഓരോ റൂമും, അതായത് ഓരോ അതിൻ്റെ വഴികളും എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. നടന്ന് പോയി കാണാനും മേടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം അത്രയും തിരക്കാണ് കണ്ട. എല്ലാം ഇത് ചൈനീസിൻ്റെ നിർമ്മാണം സാധനങ്ങളാണ് ഇതിൽ. എല്ലാം നമുക്ക് ഉപകരിക്കുന്നതാണ് ഒട്ടുമിക്ക. അതാണ് ഞാനിങ്ങനെ ഓടിച്ച് വിട്ടത്. എല്ലാം ഇന്നും നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പാടില്ല. സ്കിപ്പ് ചെയ്യാതെ മെല്ലെ പതുക്കെ കാണുക. വളരെ നിങ്ങൾ തീരുമാനിക്കുക എന്തൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് കാണാൻ വരുന്ന കൂട്ടർ അഴീക്കോട് ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ JS പോൾ ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ തന്നെ കാണും. അതല്ലാതെ കണ്ണൂർ നഗരത്തിൽ തളിപ്പറമ്പ് ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ മട്ടന്നൂർ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നേരെ മുനീശ്വരൻ കോവിൽ ജംഗ്ഷനിലേക്ക് പിടിക്കുക. ബസ്സിന് വരുന്നവരാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സ്റ്റേഡിയം കോർണറിലോ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വരിക. ഓട്ടോറിക്ഷയ്ക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഡോളസിൻ്റെ അടുത്ത്, JS പോളിൻ്റെ അടുത്ത സ്ഥലം. JS പോളിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് ഡോളസ് എന്ന് പറഞ്ഞാൽ മതി. ഡോളസ് ജംഗ്ഷൻ അവിടെ ഇറങ്ങുക. അവിടെ നിന്ന് കാണാം ഓണം മേള. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു അറ തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഒട്ടുമിക്ക വീട്ടിൽ അടുക്കളയിൽ വേണ്ടുന്ന പാത്രങ്ങളെല്ലാം പ്ലാസ്റ്റിക് നിർമ്മിതമായ നല്ല വെറൈറ്റി. ചെറിയ പൈസയേ ഉള്ളൂ എന്നാണ്. അതാണ് ഇതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഈ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. കാണാൻ തന്നെ അതിമനോഹരമാണ്. അപ്പം നേരിട്ട് കണ്ടാലോ, നേരിട്ട് കണ്ടാൽ അത് അതിമനോഹരം എന്നായിപ്പോവും. എൻ്റെ ജീവിതമെല്ലാം ഞെട്ടിപ്പോയി. എൻ്റെ ജീവിതമല്ലോ. അപ്പം മറ്റുള്ള ദിവസങ്ങളിലും പോകണം. ഇവിടെ നിങ്ങൾ ഓരോന്നും വീഡിയോയിൽ പകർത്തി നിങ്ങളുടെ ഈ ദൃശ്യവിസ്മയം ഞാൻ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട ഈ പാത്രങ്ങൾ കണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ പണ്ടത്തെ മുറവില്ലേ, ആ മുറെല്ലാം പണ്ടെല്ലാം കാലങ്ങളിലെല്ലാം ഓലേനെ കൊണ്ട് മെടഞ്ഞെടുക്കുമല്ലേ ചെയ്യാം. ഇപ്പം അതൊന്നും വേണ്ട. ഇപ്പം പല തരത്തിലുള്ള കളറുള്ള വെറൈറ്റി ആയിട്ടുള്ള മുറങ്ങളാണ്. അപ്പോൾ ജനങ്ങളിങ്ങനെ ഒഴുകുമെന്ന് കേട്ടാ, നല്ല കാര്യമല്ലേ. അതുപോലെ ബക്കറ്റിൻ്റെ കാര്യം പറയേ വേണ്ട. ബക്കറ്റില്ലേ, ബക്കറ്റുണ്ട്.
ഒട്ടനവധി വെറൈറ്റി കളറ് ചെറുതും വലുതുമായ ഉറപ്പുള്ള ബക്കറ്റുകളാണ് മക്കളെ. കണ്ടാൽ മേടിച്ച് പോകും. പിന്നെ അരി ഇടാനുള്ളതുണ്ട്, പച്ചക്കറി ഇടാനുള്ളതുണ്ട്, എല്ലാം ബക്കറ്റുകൾ പ്ലാസ്റ്റിക്കിൻ്റെ നിറഞ്ഞാവുണ്ടിരിക്കുകയാണ്. പുതിയ വീടെടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം മേടിക്കാം കേട്ടോ. ഇത് വെറും തുച്ഛമായ വിലയാണ്. അതുകൊണ്ട് ഇവിടെ വന്നില്ല. കപ്പാണെങ്കിൽ വെറൈറ്റി കളറിലാണ് കപ്പും. എന്നാ വൃത്തി, എന്നാ സ്റ്റൈല് കപ്പ്, ചെറുതും വലുതുമായിട്ടുള്ള കപ്പുകൾ. ഒന്നും പറയാനില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാ ഞാൻ പറഞ്ഞില്ലേ, മുറം ചെറുതും വലുതുമായിട്ടുള്ള മുറങ്ങളാണ്. വേസ്റ്റ് ബോക്സ് ഉണ്ട്, വീട്ടിൽ വെക്കേണ്ട വേസ്റ്റ് ബോക്സ്. ഇത് കണ്ട, ഇതെല്ലാം എന്തോ ഓരോ പാത്രങ്ങളായതല്ല പ്ലാസ്റ്റിക്കിൻ്റെ. എന്നാൽ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ മരത്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം കയ്യിലുകൾ, ചെരാപ്പില, ഇത് തൈര് കടയുന്ന എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു വർത്തമാനമായിട്ട്. ഇത് പച്ചക്കറി ഏരിയുണ്ടത്, ക്യാബേജെല്ലാം മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാഞ്ഞും വരുന്നു. കണ്ട ചട്ടി നല്ല അടിപൊളി വെയിറ്റ് ഉണ്ട് കേട്ടോ ചട്ടിക്ക്. അങ്ങനെയുള്ള ചട്ടികൾ ഒന്നും പറയാനില്ല. കണ്ടാലും മതിയാവില്ലെന്നേ. കണ്ടാലും മതിയാവില്ല. കണ്ട ചെറിയ കുട്ടിക്ക് ചോറും കറിയും ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്, എന്ത് രസമല്ലേ. അതാണ് പലതരത്തിൽ കളറുണ്ട്. എന്താ പറയണ്ടേ, ഓരോ കളറിൽ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. കുട്ടികൾ പറയും എനിക്ക് ഈ പാത്രത്തിൽ മതി എന്ന് പറയും. ആ പാത്രം ഉണ്ടെങ്കിലോ ഞാൻ കുടിക്കും. അതേപോലെ ചായ പാത്രങ്ങൾ എല്ലാം ചെറിയ പൈസ, തുച്ഛമായ പൈസകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പർച്ചേസിങ് നടത്തി കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് ലാഭങ്ങളുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചാൽ. അപ്പം വേണ്ട, ഇതാണ് ചെരാപ്പില, ചെറിയ ചെരാപ്പില. ഓരോ കാലഘട്ടം കഴിയുമ്പം ഓരോ മോഡിഫിക്കേഷനായിട്ടുള്ള ചെരാപ്പിലകൾ ഓരോന്നും മാറി വരുമെന്നും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വരുന്നു. അതേപോലെ ചപ്പാത്തി വരട്ടുണ്ട്, അതായത് പച്ചക്കറികൾ കട്ട് ചെയ്യേണ്ട സാധനം. ഇതാ നോക്കിയാൽ പച്ചക്കറികൾ കട്ട് ചെയ്യുന്ന എന്താ വൃത്തി, എന്താ കാണാൻ ഭംഗിയാവില്ല. കട്ടിങ് ബോർഡാണെന്നുണ്ട് പലതരത്തിൽ, ഒന്നും പറയാനില്ല മക്കളെ. അതുപോലെ തന്നെ ഇതാണ്ട പ്ലാസ്റ്റിക് ഡബ്ബിൾ, കുപ്പികൾ, പ്ലാസ്റ്റിക്കല്ല കുപ്പികളാണ്. അങ്ങനെ എൻ്റെ ക്യാമറ കണ്ണ് എങ്ങോട്ടാണ് പോകേണ്ടത് തിരിയുന്നില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ട കോക്കറി സെക്ഷനാണ്. ഇതൊക്കെ കോക്കറി സെക്ഷനാണ്. കൂജകൾ, അതുപോലെ തന്നെ പിന്നെ 6 ഭരണിയുണ്ട്. ഭരണീൻ്റെ ഒരു കൂടാരം തന്നെയാണ് ഭരണീൻ്റെ. പിന്നെ എന്ന് വെച്ചാൽ സ്റ്റീൽ സെക്ഷനാണ്. സ്റ്റീൽ പാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഏതെടുത്താലും അടിപൊളിയാണ്. ഭരണി പല കളറ് വ്യത്യാസത്തിൽ ചെറുതും വലുതുമായിട്ടുള്ളത്. ഭരണി ഒരു വശത്ത്, സ്റ്റീൽ പാത്രങ്ങൾ ഒരു വശത്ത് കൂട്ടിയിട്ടിരിക്കുക. കണ്ട ഭരണി കണ്ട എന്താ ഭംഗി, 6 ഭംഗിയാട്ടാ. കാരണം സ്റ്റീൽ പാത്രങ്ങളിലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ആക്കി. പിന്നെ വീണ്ടും പ്ലാസ്റ്റിക് സ്റ്റീൽ പാത്രങ്ങൾ ആ സൈഡിലേക്ക് അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെരുപ്പാണ്, പാദരക്ഷ. അതും വെറൈറ്റി മോഡലിലുള്ള പാദരക്ഷകളാണ്. വിലയോ തുച്ഛം. അതാണ് മനസ്സിലാക്കേണ്ടത്. ക്യാമറ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതം ചെറിയ കുട്ടികളെ ചെരുപ്പ് എന്തൊരു രസമാണ് കാണാൻ. അങ്ങനെ എന്നാ പറയണ്ടേ, ലേഡീസ് പാൻറ്റ്, ലെഗിൻസ്, അതെല്ലാം വമ്പിച്ച വിലക്കുറവില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ മനുഷ്യൻ്റെ ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ ഇഷ്ടങ്ങളുണ്ട്. വേണ്ട ചെരുപ്പിൻ്റെ വർണ്ണ ശബളമാണ്. പല കളറിലും പല വ്യത്യാസത്തിലും വില വ്യത്യാസത്തിലും എല്ലാം മാറ്റങ്ങളുണ്ട്. പിന്നെ ഇത് തേങ്ങ വിരിക്കുന്നത്, വളപ്പിൽ കൊത്താനുള്ള പിക്കാസ്, ചെറിയതാണ്. ചെടിയെല്ലാം നടാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള കൈക്കോട്ട് എല്ലാം ചെറിയ ഐറ്റംസാണ്. അതുകൊണ്ടെന്തായി ശരിക്ക് വ്യായാമമാണിത്. ടൂൾ സെക്ഷൻ കണ്ട ചെരുപ്പിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ. പിന്നെ കോംബോ, അത് 14 പീസ് കിട്ടും എടുത്തു കഴിഞ്ഞാൽ. ഇതാ കണ്ട അതിൻ്റെ ഇതാണ് വാഷിങ്ങാണ്. കണ്ട സൂപ്പർമാൻ, ഫൈഡർമാൻ. അത് പുറമെ പിന്നെ ഇത് കിടക്കുകയാണ്. മറ്റേ സാധാരണ എന്താ പറയുന്നതിന് പേര് പോയി. അങ്ങനെ എൻ്റെ മക്കൾ ഇത് ജനലിൻ്റെ കർട്ടൻ്റെ സാധനങ്ങളായി. കർട്ടൻ പീസും അതിൻ്റെ ചാനലും എല്ലാം. വലത്ത് ഭാഗത്ത് തലയണയുണ്ട്, വെറൈറ്റി തലയണ. പിന്നെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, ഇതൊരു ഭംഗിയാണെന്നറിയാം. അത് അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ
ഇത് ഞാൻ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ ഫോട്ടോസ് ഉണ്ട്, വെറൈറ്റി സൂപ്പർ ഫോട്ടോസ്. അങ്ങനെ എന്നാ പറയണ്ടേ മക്കളെ, എൻ്റെ ജീവിതമേ ഒരുപാട് ഇതെല്ലാം കുട്ടികളെ കളിക്കേണ്ട ഐറ്റംസാണ്. വാരി വലിച്ചിട്ടിട്ടുണ്ട്, അത്രയും ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് നിലത്തിടുന്ന ചവിട്ടി, പല തരത്തിലുള്ള ചവിട്ടിക്കൊള്ളുക. ഇത് ബാഗ്, ലേഡീസ് ബാഗ്, ചെറിയ കുട്ടിയുടെ ചെറിയ ബാഗ്. എന്തൊരു ഭംഗിയാണെന്നറിയാം ഇതിനെ കാണാൻ. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ വശത്ത്. ബാഗാണ് ലേഡീസ് ബാഗ്, അതും പല കളറിൽ. പിന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ ഉടുപ്പാണ് മക്കളെ, എന്നാ രസം എന്നറിയാം. അടാറ് ഉടുപ്പുകളാണ്, വ്യത്യസ്തമായ ഉടുപ്പുകൾ. അതുപോലെ ലേഡീസ് പാൻറ്റെല്ലാം വെറൈറ്റി ലുക്കാണ്, വെറൈറ്റി കണ്ട. അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണിത്. ഇതെല്ലാം ഷർട്ടാണ്, ഷർട്ടിൻ്റെ കേന്ദ്രമുണ്ട്, ലേഡീസ് പാൻറ്റിൻ്റെ ഉണ്ട്. അത് ലേഡീസ് ഷർട്ടാണ് കേട്ടോ. ഇത് ലോക്കൽ ചവിട്ടി, സാധാരണ ചവിട്ടി. പിന്നെ കുട്ടികളുടെ ഉടുപ്പ്. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോന്നായിട്ട് വേർതിരിച്ച് വെച്ച് ഇവർ മനോഹരമാക്കിയിട്ടുണ്ട് ഓണം മേളം. അപ്പോൾ ഇത് ഒരിക്കൽ കൂടി പറയാം, ഇത് ആ ഗ്രൗണ്ട് പുതിയ ഗ്രൗണ്ടാണ്. നമ്മളെ ഡോളസ് എന്ന് പറയും, ജേസ്പോൾ കഴിഞ്ഞപാട് കവിതാ തിയേറ്ററിന് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ഓണം മേള നടക്കുന്നത്. അതായത് താളിക്കാവ് എന്ന് പറയാം, താളിക്കാവ് കേട്ടോ. അങ്ങനെയുള്ള ഒടാറ് സംഭവങ്ങളാണ് എൻ്റെ ജീവിതം ക്യാമറ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല, ലോകത്തിന് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നഷ്ടമല്ലേ. ഇത് കണ്ണൂർ മാത്രമുള്ളവരല്ല കാണുന്നത്, ലോകത്ത് എവിടെ മലയാളികളുണ്ടോ അതൊക്കെ അവർക്ക് ഈ കാണുന്നുണ്ട് ഈ വീഡിയോ. അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തേക്കാം.